സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചതും മനസ്സിലാക്കിയതും സൂറത്തുൽ ബഖറയിലെ 177 വചനത്തിൻ്റെ തുടക്കഭാഗമാണ്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. ഇതുവരേക്കുമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ മശ്രിഖിലേക്കും മഗ്രിബിലേക്കും മുഖങ്ങളെ തിരിക്കുക എന്നതല്ല അൽബിർ. വലാകിന്നൽ ബിർ എന്നാൽ ബിർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിറിന് പുണ്യാളൻ എന്നും അർത്ഥം വരും. സൽസ്വഭാവി, സൽപ്രവൃത്തി ചെയ്യുന്നവൻ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ വിശ്വസിച്ച് അംഗീകരിക്കുന്നവൻ, അവനാണ് അൽബിർ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആലയെ വിശ്വസിച്ച് അംഗീകരിക്കുന്നവൻ്റെ ബിർ, അതാണ് അൽബിർ. വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. അള്ളാഹുവെ മാത്രം വിശ്വസിച്ച് അംഗീകരിക്കുക എന്നുള്ളത് പോരാ, പിന്നെയോ അന്ത്യനാളിനെയും മലക്കുകളെയും അതേപോലെ വേദഗ്രന്ഥങ്ങളെയും നബിമാരെയും വിശ്വസിക്കുക, അംഗീകരിക്കുക, സത്യപ്പെടുത്തുക. അത്തരക്കാരുടെ ബിർ, അല്ലെങ്കിൽ അത്തരക്കാരാകുന്നു ബിർ. നമ്മളത് വിശദീകരിച്ചു, പഠിച്ചു. വിശ്വാസം, ഈമാൻ, അതാണ് പരമപ്രധാനം. അതാണ് അടിസ്ഥാനമായി വർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അൽബിറിനെ വിശദീകരിച്ചപ്പോൾ വിശ്വാസകാര്യങ്ങളെയാണ് പ്രഥമമായി എണ്ണിയത്, അടിസ്ഥാനമായി എണ്ണിയത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല ബിറിനെ വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ എന്ന ഭാഗമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ചില ചരിത്രങ്ങളോടുകൂടി, പ്രമാണങ്ങളുടെ തേട്ടത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അതിലേക്ക് ഇൻഷാ അല്ലാഹ്. ഇവിടെ വആതൽ മാല അലാ ഹുബ്ബിഹി. ആത വാവുൽ അത്ഫാണ്. ആത എന്നുള്ളത് ക്രിയ. ആത യൂതി. ആത എന്നാണ് നൽകി. വആത അവൻ നൽകുകയും ചെയ്യുന്നു. അൽ മാല എന്നാൽ സ്വത്തുക്കൾ, സമ്പത്തുകൾ. അൽ മാൽ പല വകുപ്പുകളുണ്ട്. മാല് കറൻസികളുണ്ട്, അതേപോലെ തന്നെ മാല് കാലി സമ്പത്തുണ്ട്, അതേപോലെ മാല് പല വകുപ്പുകളുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ ഇങ്ങനെ ധാന്യവിളകൾ, നാണ്യവിളകൾ, പഴങ്ങൾ, ഫലങ്ങൾ തുടങ്ങി പല വകുപ്പുകളാണ് സമ്പത്തിന്. ഇവിടെ അൽ മാൽ എന്ന് പറഞ്ഞാൽ മാല് സ്വത്തുക്കളാണ്. സ്വത്തുക്കൾ പല വകുപ്പുകളുണ്ട്. അതിൽ നഖ്ദൈൻ, നഖ്ദ് കറൻസികൾ. അൽമാൽ അതിൽ ഖാലി സമ്പത്ത്, ബഹിമത്തുൽ അൻആം. അതേപോലെ അതിൽ അസിമാർ ഫലങ്ങൾ, അതേപോലെ തന്നെ അൽ ഹുബൂബ് ധാന്യങ്ങൾ, അതേപോലെ ഫവാക്കിഹ് പഴങ്ങൾ. ഇങ്ങനെ തുടങ്ങി സമ്പത്തുക്കൾ പലതാണ്. വആതൽ മാൽ പുണ്യാളൻ, അല്ലെങ്കിൽ പുണ്യമുള്ളവൻ, ബിറുള്ളവൻ, അവൻ ആതൽ മാൽ അവൻ്റെ സമ്പത്തുക്കളെ നൽകുകയും ചെയ്യുന്നു. അലാ ഹുബ്ബിഹി, അലാ ഹുബ്ബിഹി അതിനോട് ഹുബ്ബുള്ളതോടൊപ്പം. ഇവിടെ അലാ ഹുബ്ബിഹി ഇതൊരു പ്രയോഗമാണ്. അതിനോട് ഹുബ്ബുള്ളതോടൊപ്പം. ഇവിടെ അലാ ഹുബ്ബിഹി എന്ന് പറഞ്ഞടുത്ത് ഈ ഹി അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിനോട് ഹുബ്ബ്, അല്ലെങ്കിൽ അവനോട് ഹുബ്ബ്. തഫ്സീറുകളിൽ കാണാം
ഈ ഹി എന്നുള്ളത് മടങ്ങുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. അപ്പോൾ വആതൽ മാല അലാ ഹുബ്ബിഹി, അള്ളാഹുവിനോടുള്ള ഹുബ്ബിനാൽ അവൻ സ്വത്തുക്കളെ നൽകുകയും ചെയ്യുന്നു. അള്ളാഹുവിനോടുള്ള ഹുബ്ബിനാൽ അവൻ സ്വത്ത് നൽകുന്നു. ചിലർ പറഞ്ഞത് അലാ ഹുബ്ബിഹി എന്ന് പറഞ്ഞാൽ അലാ ഹുബ്ബിൽ മാൽ, സ്വത്തിനോട് ഹുബ്ബുള്ളതോടൊപ്പം ആ സ്വത്തിനെ അവൻ നൽകുന്നു. മറ്റു ചിലർ പറഞ്ഞത് ആഥ എന്ന ക്രിയയിൽ നിന്ന് വ്യുൽപ്പന്നമാകുന്ന ക്രിയാധാതു മസ്ദർ, അതെന്താണ്? അൽ ഈത, നൽകുക, കൊടുക്കുക. അപ്പോൾ നൽകാനുള്ള ഇഷ്ടം, കൊടുക്കാനുള്ള ഇഷ്ടം, അതോടൊപ്പം അവൻ നൽകുകയും ചെയ്യുന്നു, അവൻ്റെ സ്വത്തുക്കളെ നൽകുകയും ചെയ്യുന്നു. ചിലർ കൊടുക്കും, പക്ഷെ വെറുപ്പോടുകൂടി, ഇഷ്ടക്കേടോടുകൂടി, നിർബന്ധിതമായി, മനപ്പൊരുത്തല്ലാതെ. അങ്ങനെയല്ല ഇവിടെ. പിന്നെയോ കൊടുക്കാനുള്ള, നൽകാനുള്ള പൂതിയോടുകൂടി, ഇഷ്ടത്തോടു കൂടിയിട്ട് നൽകുകയും ചെയ്യുന്നു. അതാണ് ഈ മൂന്നാമത്തെ വിവക്ഷ പ്രകാരം അതിൻ്റെ തഫ്സീർ. വആതൽ മാല അലാ ഹുബ്ബിഹി, നൽകാൻ ഇഷ്ടമാണ്, നൽകാൻ പൂതിയാണ്, യാതൊരു വെറുപ്പോ അനിഷ്ടമോ പൊരുത്തക്കേട് ഇല്ലായ്മയോ ഇല്ലാതെ സ്വത്തുക്കളെ നൽകുകയും ചെയ്യുന്നു. അതാണ് ഈ മൂന്നാമത്തെ വിവക്ഷപ്രകാരം. ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്താൽ, ലില്ല വഫില്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നൽകുക, അള്ളാഹിൻ്റെ പ്രീതിക്കായി നൽകുക. അതൊരു പ്രധാനപ്പെട്ട സ്ഥാനമാണല്ലോ, ഒരു ഉയർന്ന മക്കാമാണല്ലോ. അപ്പോൾ അങ്ങനെ നൽകുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നാണ് പറഞ്ഞത്. മറ്റു ചിലർ പറഞ്ഞത് വആതൽ മാല അലാ ഹുബ്ബിഹി, ഹുബ്ബിനോടുള്ള മാലിനോടുള്ള ഹുബ്ബിനാൽ, അത് ഹുബ്ബുള്ളതോടൊപ്പം നൽകുന്നു. അതാണ് കൂടുതൽ ഇവിടെ യോജിച്ചത്. എന്തുകൊണ്ട്? ഈ ഹി എന്നുള്ള ദമീർ, സർവനാമം, അത് അഖ്റബുൽ മദ്കൂറിലേക്കാണ് മടങ്ങുക, ഏറ്റവും അടുത്ത് പറയപ്പെട്ട ഇസ്മിലേക്കാണ് മടങ്ങുക. അഖ്റബുൽ മദ്കൂർ, ഇവിടെ അഖ്റബുൽ മദ്കൂർ ആരാണ്? അൽമാൽ എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ശരിയായ വിവരണം വആതൽ മാൽ, അയാൾ നൽകുകയും ചെയ്യുന്നു സമ്പത്തുക്കളെ, അലാ ഹുബ്ബിഹി, അതിനോട് ഇഷ്ടവും പൂതിയും ഉള്ളതോടൊപ്പം. സ്വത്ത് തനിക്ക് വേണം, ഈ സ്വത്ത് തനിക്ക് സ്വാർത്ഥമാണ്, ആവശ്യക്കാരനാണ് ഞാൻ, എന്നിട്ടും അയാൾ ആ സ്വത്തുക്കളെ നൽകുന്നു. ആർക്ക് നൽകുന്നു? ദവിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആളുകൾ ഇവിടെ പറഞ്ഞല്ലോ, ആർക്കൊക്കെയാണ് സ്വത്തുക്കളെ അതിനോട് ഇഷ്ടമുള്ളതോടൊപ്പം നൽകുന്നു? ഒന്ന് ലവിൽ ഖുർബ, രണ്ട് അൽ യതാമ, മൂന്ന് അൽ മസാക്കീൻ, നാല് ഇബ്നു സബീൽ, അഞ്ച് അസ്സായിലീൻ, ആറ് വഫിർ റിഖാബ്. ഈ വകുപ്പുകൾക്ക് നൽകുന്നു. 6 വിഭാഗം ആളുകൾ. ഈ 6 വിഭാഗം ആളുകളും നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട വിഭാഗങ്ങളാണ്. അതിലൊക്കെയും സുന്ദരമായ കുറേ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡുകളിൽ നമുക്കത് വിശദമായിട്ട് വരും ബിഇദ്നില്ലാഹ്.